100% വൈറ്റനിങ് ഗ്യാരണ്ടി ഉള്ള ഒരു ഫേഷ്യൽ നമുക്ക് ചെയ്താലോ. അപ്പോൾ ഈ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നേക്കാളും മുന്നേ ഞാൻ എന്റെ റിസൾട്ട് കാണിച്ചിട്ട് തുടങ്ങാം. എന്റെ ഫേസിൽ ചേഞ്ച് നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവില്ലായിരിക്കും. ഞാൻ എന്റെ കയ്യിലെ റിസൾട്ടും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫേഷ്യലിന്റെ മാസ്ക്. അപ്പൊ ലെഫ്റ്റും റൈറ്റും നമ്മളുള്ള ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നത് ചെറുപയർ വെച്ചിട്ടാണ്. ചെറുപയർ ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നത്. ചെറുപയർ നന്നായിട്ട് കുതിർത്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലെൻസിങ്. ക്ലെൻസിങ്ങിന് വേണ്ടി കുറച്ച് ചെറുപയർ അരച്ചിലോട്ട് കുറച്ച് കുക്കുംബർ ജ്യൂസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മുടെ ഫേസ് വാഷ് വെച്ചിട്ടൊന്നും ഫേസ് ക്ലെൻസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ചെറുപയർ നല്ലൊരു നാച്ചുറൽ ക്ലെൻസർ ആണ്. 1 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്ക്രബിങ്. ഇതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലോട്ട് 1/2 ടേബിൾ സ്പൂൺ നമ്മൾ ഈ അരച്ച ചെറുപയറും കുറച്ച് ഹണിയും കൂടിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിലും നെക്കിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്ക്രബിങ് എന്നുകൊണ്ട് നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാത്രമല്ല, നമ്മൾ ഡെഡ് സെൽസും കൂടി നമ്മൾ ചിന്തിക്കണമല്ലോ അല്ലെ. അപ്പൊ ഫേസും നെക്കും നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റോളം സ്മൂത്ത് ആയിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ബലം പിടിക്കരുത്. പിന്നെ സ്റ്റീം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് വൈറ്റനിങ് മാസ്ക്. വൈറ്റനിങ് നമ്മൾ എടുത്ത് തന്നെ പറയണം, കാരണം അത്രക്കും വൈറ്റനിങ് ആണ് ഇത് ചെയ്യുമ്പോൾ. ഈ അരച്ച ചെറുപയറിലോട്ട് ഞാൻ ഉലുവയുടെ ക്യൂബ് എടുത്തിരിക്കുന്നത്. തൊട്ട് മുന്നേ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്ന പോലെ അതിൽ ഉലുവയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലെടുക്കാം. ഇതിന് പകരം കുറച്ച് നാരങ്ങാ നീരും പിന്നെ 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ബീറ്റ്റൂട്ടിന്റെ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്റെ ഫേസ് ശ്രദ്ധിച്ചോ, സ്ക്രബിങ് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്മൂത്തനിങ്ങും ഒരു വൈറ്റനിങ് ഒക്കെ എന്റെ ഫേസിലുണ്ട്. അപ്പൊ നമ്മൾ ഈ വൈറ്റനിങ് മാസ്ക് ഞാൻ ഫേസിലും നെക്കിലും പിന്നെ ലെഫ്റ്റ് ഹാൻഡിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. റിസൾട്ട് ഞാൻ തുടക്കമേ കാണിച്ചുകൊണ്ട് ഇനി റിസൾട്ട് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ഈ വൈറ്റനിങ് മാസ്ക് മാത്രമാട്ടോ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്തിരുന്നത്. നല്ലൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. അപ്പോൾ താല്പര്യമുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഡ്രൈ സ്കിന്നാരെ മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ടും ഇതിന് ശേഷം യൂസ് ചെയ്യാം.